വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഘടന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ധനബില്ല് ഇന്ന് നിയമസഭ പാസാക്കും. ധനമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിക്കുന്ന ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയാണ് പാസാക്കുക. ബില്ല് പാസ്സായാലും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പന പ്രത്യേക വിജ്ഞാപനത്തിന് ശേഷം മാത്രമേ സാധ്യമാകൂ എന്ന വ്യവസ്ഥ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കാനുള്ള ദ കേരള ആൾട്ടർനേഷൻ ഓഫ് നെയിം ബിൽ 2026 എന്ന് സഭ പാസ്സാക്കും. രാഷ്ട്രപതിയുടെ റഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് സഭയിലെത്തുന്നത്. FCRA നിയമചട്ട ഭേദഗതികൾ പിൻവലിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവനയിലൂടെ വൈദ്യുതി മന്ത്രി സഭയെ അറിയിക്കും. ധനവിനിയോഗ ബില്ലും പാസാക്കി സഭ ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിയും. വി അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുണ്, ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നിയമസഭയിൽ ഈ സെഷനിൽ. കാരണം ഇന്ന് സഭയുടെ അവസാന ദിവസമാണ്. ഇന്നത്തോടുകൂടി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. അതിനുമപ്പുറത്തേക്ക് ഇന്ന് ധനബിൽ നിയമസഭയിൽ വരുന്നുണ്ട്. നമുക്കറിയാം, ധനബിൽ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ ബജറ്റ് സമ്മേളനങ്ങളിലും ധനബിൽ സമ്മേളനത്തിന് ഭാഗമായി അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ധനബിൽ പ്രത്യേകതയുണ്ട്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താനുള്ള നികുതി നിർദ്ദേശം വന്നത് കഴിഞ്ഞ ബജറ്റിലാണ്. വി.ഡി. സതീശൻ്റെ ആദ്യ ബജറ്റിലാണ്. ആ ബജറ്റ് നിർദ്ദേശം നടപ്പാക്കണമെങ്കിൽ ധനബിൽ ആ നികുതി ഉൾപ്പെടുത്തി പാസ്സാക്കിയെടുക്കണം. വലിയ വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. സംസ്ഥാനത്ത് 250% വിദേശ മദ്യത്തിന് നികുതി ഉള്ളത്. അതിൽ നിന്ന് പകുതിയോളമാക്കി കുറച്ച് കൊണ്ടുള്ള നികുതി നിർദ്ദേശം വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏർപ്പെടുത്തിയത് അഴിമതിയാണ്, ബെക്കാഡി എന്ന ബഹുരാഷ്ട്ര കമ്പനിക്ക് വേണ്ടി നീക്കമെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. കോൺഗ്രസിനുള്ളിലും UDFിലും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. കാരണം ഈ UDFിൻ്റെ മദ്യനയത്തിനോട് ചേർന്നതല്ല വി.ഡി. സതീശൻ്റെ ബജറ്റ് പ്രഖ്യാപനം. കാരണം മദ്യവർജനം എന്ന നയത്തിലേക്ക്, മദ്യ പൂർണ്ണമായും നിരോധിക്കണം ഭാവിയിലേക്കെങ്കിലും എന്ന നയവുമായി മുന്നോട്ട് പോകുന്ന UDFിന് ഇത്തരത്തിൽ ഒരു മദ്യനയം വന്നാൽ, അല്ലെങ്കിൽ മദ്യനയം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം നികുതി ഏർപ്പെടുത്തിയാൽ സംസ്ഥാനത്ത് മദ്യവിൽപ്പന പ്രോത്സാഹനമാകും. പുതിയൊരു സെഷൻ മദ്യപാനികളെ സൃഷ്ടിക്കുന്നതാകും ഈ മദ്യനയം എന്നുള്ള ഈ നീക്കം എന്നുള്ളതാണ് വിമർശനം ഉയർന്നു വന്നത്. ഏതായാലും അത് മറികടന്നുകൊണ്ട് ഈ ധനബില്ലിൽ അത് ഉൾപ്പെടുത്തരുതെന്ന ആവശ്യം ശക്തമായി VM സുധീരൻ ഉന്നയിച്ചു. പക്ഷേ അതും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സതീശൻ മുന്നോട്ട് പോയത്. ധനബില്ലിലും ആ നികുതി നിർദ്ദേശം ഉൾപ്പെടുത്തുകയാണ്. പക്ഷേ ഒരു ക്ലോസ് അതിലിട്ടിട്ടുണ്ട്. ധനബിൽ പാസ്സാക്കിയാലും പ്രത്യേക വിജ്ഞാപനത്തിലൂടെ മാത്രമേ സംസ്ഥാനത്ത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി നിർദ്ദേശം നടപ്പാകൂ എന്നൊരു ക്ലോസ് അതിൽ ചേർത്തിട്ടുണ്ട്. അതിന് കാരണം UDFിൽ സമവായമാകേണ്ടതുണ്ട്, കോൺഗ്രസിൽ സമവായമാകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അത്തരമൊരു ക്ലോസ് ബില്ലിൻ്റെ ഭാഗമായി വി.ഡി. സതീശൻ ഉൾപ്പെടുത്തിയത്. അതുൾപ്പെടെയാകും ഇന്ന് ബില്ല് പാസ്സാക്കുക. സാധാരണഗതിയിൽ ധനബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോയി അവിടെ ചർച്ച ചെയ്ത് തിരികെ വന്നാണ് പാസ്സാക്കേണ്ടത്. പക്ഷേ അതിനും നിയമസഭാ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇന്ന് തന്നെ പാസ്സാക്കാറുള്ള. കാരണം വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ബജറ്റ് സമ്മേളനം ചേരാൻ കഴിഞ്ഞുള്ളൂ. ഒരു പുതുക്കിയ ബജറ്റാണ്. അവിടെ ഈ ധനബിൽ അവതരിപ്പിക്കുമ്പോൾ അത് നേരിട്ട് ഇന്ന് തന്നെ സഭ പാസ്സാക്കാനുള്ള തീരുമാനവും ഉണ്ടാകും. ഏതായാലും ധനബിൽ തന്നെയാണ് ഇന്ന് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ധനബിൽ തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിച്ചിരുന്നു. പല തലങ്ങളിൽ നടപടികളുണ്ടായിരുന്നു. സംസ്ഥാന നിയമസഭ തന്നെ ഒരു പ്രമേയത്തിലൂടെ ഏകകണ്ഠമായി സംസ്ഥാനത്തിൻ്റെ പേര് കേരളയല്ല കേരളം എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൻ്റെ നടപടികൾ പലപ്പോഴും പല തലങ്ങളിൽ മുന്നോട്ട് പോകാതെ കിടന്നു. അതിനാണ് ഒരു പരിഹാരമുണ്ടാകുന്നത്. കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ ആവശ്യം നേരത്തെ അംഗീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റഫറൻസ് ഇന്ന് സഭയിൽ വരുന്നുണ്ട്. കേരള എന്ന പേര് കേരളം എന്ന അമെൻഡ് ചെയ്യുന്ന ബില്ല് ഇന്ന് സഭ പാസ്സാക്കും. നിയമസഭ ഏകകണ്ഠമായി ഇത് പാസ്സാക്കാൻ തന്നെയാണ് സാധ്യത. സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന ഇന്നു മുതൽ അറിയപ്പെടും. എല്ലാ ഔദ്യോഗിക രേഖകളിലും അതങ്ങനെ മാറ്റിയ നടപടികളിലേക്ക് സർക്കാരിന് കടക്കാനാകും. നിയമസഭയുടെ അഭിപ്രായം, അതായത് കേരളം എന്നാക്കുന്നതിൽ നിയമസഭയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് രാഷ്ട്രപതി ഈ ബില്ല് റഫർ ചെയ്തത്. ആ റഫറൻസിൻ്റെ ഭാഗമായുള്ള ബില്ലാണ് ഇന്ന് സഭ പാസ്സാക്കുന്നത്. കേരള അമെൻമെൻറ്റ് നെയിം അമെൻമെൻറ്റ് ബിൽ എന്ന പേരിൽ അത് ഇന്ന് പാസ്സാക്കും. അതോടുകൂടി കേരളം എന്ന നമ്മുടെ മലയാള നാട് അറിയപ്പെടുന്ന ഔദ്യോഗിക രേഖകളിൽ കൂടി കേരളം എന്ന് തന്നെ. ഇത്രനാൾ കേരളം എന്ന് പറയുമ്പോഴും ഔദ്യോഗിക രേഖകൾ അങ്ങനെയല്ല. ഇന്ന് മുതൽ കേരളം എന്ന നമ്മുടെ നാട് ഔദ്യോഗിക രേഖകളിലും ഇടം പിടിക്കും. അതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണവും ഇന്ന് സഭ പാസ്സാക്കും. ഏകകണ്ഠമായി കേരള നിയമസഭ ഒരു ബില്ല് പാസ്സാക്കുന്നത് ഒരു അപൂർവതയാണ്. പ്രത്യേകിച്ച് BJP കൂടി ഉള്ളപ്പോൾ
BJP-യുടെ 3 അംഗങ്ങൾ കൂടി ഉള്ളപ്പോൾ അത്തരത്തിൽ ഏകണ്ഠമായ കാര്യങ്ങൾ LDF UDF യോജിച്ചാൽ പോലും ഏകണ്ഠം എന്നൊരു ഒരു അപൂർവത ഇന്ന് സഭയിലുണ്ടാകും. BJPക്കും ഇത് വലിയ താല്പര്യമുള്ള കാര്യമാണ്. BJP ആണ് അതിൻ്റെ അവകാശം ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അനുമതിയാണ്, രാഷ്ട്രപതി റഫറൻസ്. അതുകൊണ്ട് തന്നെ BJPക്കും ഇതിൽ അഭിമാനപൂർവ്വം പറയാൻ കഴിയും. അങ്ങനെ കേരള നിയമസഭ, കേരളം എന്ന പേര് നിയമസഭയിൽ നമ്മൾ കേരള നിയമസഭ എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. ഏതായാലും അങ്ങനെ ബിൽ ഇന്ന് പാസ്സാക്കും. FCRA നിയമ ചട്ടഭേദഗതിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം രാജ്യത്തുണ്ട്. ക്രൈസ്തവ സമൂഹം വലിയ ആശങ്കയിലാണ്. അവരുടെ ആശങ്ക അകറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ നിയമ ഭേദഗതികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭ ഇന്നൊരു പ്രമേയം പാസ്സാക്കും. മുഖ്യമന്ത്രി VD സതീശനാണ് ആ പ്രമേയം ഔദ്യോഗിക പ്രമേയമായി, ഗവൺമെൻറ് പ്രമേയമായി കൊണ്ടുവരിക. സ്വാഭാവികമായും അത് ഏകണ്ഠമായി പാസ്സായില്ല. ഇടത് വലത് മുന്നണികൾ LDF UDF പിന്തുണച്ചാലും BJP-യുടെ എതിർപ്പ് അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇന്നലെ നീറ്റുമായി ബന്ധപ്പെട്ട പ്രമേയം വന്നപ്പോഴും BJP എതിർത്തിരുന്നു. അതുപോലെ തന്നെ BJP-യുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ ഈ FCRA പ്രമേയത്തിലും ഉണ്ടാകും. മറ്റൊന്ന്, സംസ്ഥാനത്തിൻ്റെ ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധിയാണ്. പവർ കട്ട് ഇല്ലെന്ന് പറയുമ്പോഴും 15 മിനിറ്റ് എന്ന് പറയുമ്പോഴും പലപ്പോഴും അരമണിക്കൂറും 3/4 മണിക്കൂറും 1 മണിക്കൂറും ഒക്കെ സംസ്ഥാനത്ത് പലയിടത്തും വൈദ്യുതി കട്ടുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശത്തിലാണ് ലോകത്തിനൊപ്പം കേരളവും. ആ സാഹചര്യത്തിൽ പോലും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണമുണ്ട്. എന്താണ് സംസ്ഥാനത്തിന് യഥാർത്ഥ വൈദ്യുത അവസ്ഥ? എത്രത്തോളം വൈദ്യുതി നമുക്ക് മിച്ചമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കടം വാങ്ങേണ്ടി വരുന്നു, എത്ര നാൾ ഈ പ്രതിസന്ധി തുടരുമെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രമേയം ചട്ടം 300 അനുസരിച്ച് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. ധനവിനിയോഗ ബില്ലുകളും ഇന്ന് സഭ പാസ്സാക്കും. അങ്ങനെ ധനബില്ലും ധനവിനിയോഗ ബില്ലുകളും പാസ്സാക്കി ഇന്ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. വളരെ വലിയൊരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ, മദ്യനികുതി വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിലെ വലിയ തർക്കങ്ങൾ പല വിഷയങ്ങളിലും, ഏറ്റവും ഒടുവിൽ ശേഷാദ്രിയുടെ നിയമനം, അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായുള്ള നിയമനം പോലും വലിയ വിവാദമായി നിൽക്കെ അത്തരമൊരു സഭാ സമ്മേളനത്തിനാണ് ഇന്ന് അവസാനമാകുന്നത്. ഈ ശേഷാദ്രിയുടെ വിവാദ നിയമനത്തിനുമൊക്കെ മുഖ്യമന്ത്രി മറുപടി ഒരുപക്ഷെ ഇന്ന് ഈ സഭയിൽ ഉണ്ടാകും. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടന്നതിൽ ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേരള രാഷ്ട്രീയത്തിൽ. അത് നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യ നികുതി അടക്കമുള്ള വിഷയങ്ങളിലും ഇന്ന് കേരള നിയമസഭ വളരെ ആകാംക്ഷയോടുകൂടി കേരള രാഷ്ട്രീയം കാത്തിരിക്കുന്ന ദിവസമാണെന്ന് ഹരി. യെസ്, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നതാക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ഇന്ന് നടക്കും. അതോടൊപ്പം തന്നെയാണ് ഈ FCRA നിയമ ഭേദഗതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുകയാണ്. അതിനുശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുമെന്നതാണ് മനസ്സിലാക്കുന്നത്.